Okay, strain energy due to bending momentum, strain energy due to torsion അല്ലെങ്കിൽ ടോർക്കും ആ രണ്ട് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Strain energy due to bending moment. First case, consider a beam of length L. ബീമിന്റെ ലെങ്ത് L ആണ്. സോ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ മൊമെന്റ്. ഒരു മൊമെന്റ് സബ്ജക്റ്റ് ചെയ്ത് എം എന്ന് പറഞ്ഞ മൊമെന്റ് ഈ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനിലുള്ള ബാറിനകത്ത് അപ്ലൈ ചെയ്യുന്നു, മൊമെന്റ് അപ്ലൈ ചെയ്യുന്നു. L ഈസ് ദി ലെങ്ത് ഓഫ് ദി ബാർ ആൻഡ് ഡി എൽ എന്ന് പറഞ്ഞ ചെറിയൊരു ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുക. സ്മാൾ ലെങ്ത് ഡി എൽ ഓഫ് ദി ബീം അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദി ന്യൂട്രൽ ആക്സിസ്. ഈ വരച്ചിരിക്കുന്ന ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y ഡിസ്റ്റൻസ് മുകളിലുള്ള ഒരു ചെറിയ ലെങ്ത് ഡി എൽ എന്ന് പറഞ്ഞ ലെങ്ത് കൺസിഡർ ചെയ്തു. അതിന്റെ സ്മോൾ ഏരിയ ഡി എ. ഓക്കെ, എം ഈസ് ദ ബെൻഡിങ് മൊമെന്റ് ആക്ടിങ് ഓൺ ദ ലെങ്ത് ഡി എൽ ആൻഡ് ദിസ് ഡി എൽ എന്ന് പറഞ്ഞ ലെങ്ത് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി എൻഡ് എ. അതാണ് എഴുതിയിരിക്കുന്നത്. കൺസിഡർ എ ബീം ഓഫ് ലെങ്ത് എൽ ഫ്രം വിച്ച് എ സ്മാൾ ലെങ്ത് ഡി എൽ ഈസ് കൺസിഡർഡ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി എൻഡ് എ. M is a bending moment acting on this small length dl. So bending moment on an elementary length dl, അതിന്റെ ഏരിയ dA at a distance y from the neutral axis. Bending moment അങ്ങനെ ഒരു കേസിന്റെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? By using bending moment equation. M by I is equal to sigma by y. So sigma bending stress ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് due to this moment m. So m into y by I. Sigma is equal to m into y by I. അതാണ് bending stress due to this bending moment m. ഈ ഒരു bending moment m കാരണമുള്ള bending stress. So strain energy stored in the elemental area. Strain energyയുടെ രണ്ട് ഇക്വേഷൻ പറഞ്ഞായിരുന്നു. ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിഫോർമേഷനും ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിനും. അതിൽ നിന്നാണ് നമുക്ക് ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ ഇ ഇൻറ്റു വോളിയം. ഓക്കെ, സെക്കൻഡ് ക്ലാസ് സ്ട്രെയിൻ എനർജിയുടെ സെക്കൻഡ് ക്ലാസ്സിൽ ഇതിൻ്റെ നമ്മൾ ഫോർമുല ഡെറൈവ് ചെയ്തത്. അതാണ് സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു സിഗ്മ സ്ക്വയർ ബൈ ഇ ഇൻറ്റു വോളിയം. സോ സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു വോളിയം ഓഫ് ദിസ് എലമെന്റ്. ഈ എലമെന്റിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഡി എല്ലും ഏരിയ ഡി എ. സോ വോളിയം ഈസ് ഡി എ ഇൻറ്റു ഡി എൽ. ദിസ് സ്മോൾ ഏരിയ ഡി എ ഇൻറ്റു സ്മോൾ ലെങ്ത് ഡി എൽ. സോ വോളിയം ഈസ് ഡി എ ഇൻറ്റു ഡി എൽ. സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എൽ. സോ നൗ യൂസിങ് ദി ഇക്വേഷൻ 1. ഈ ഒരു ഇക്വേഷൻ നമുക്ക് സിഗ്മ കണ്ടുപിടിച്ചാൽ ഈ സിഗ്മയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് സിഗ്മയുടെ വാല്യൂ കിട്ടി, എം ഇൻറ്റു വൈ ബൈ ഐ. അത് ഈ സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സ്ട്രെയിൻ എനർജി ഓഫ് എ സ്മോൾ ലെങ്ത് ഡി എൽ, അതിൻ്റെ സ്ട്രെയിൻ എനർജി ഡി യു. ഓക്കെ, സ്മോൾ സ്ട്രെയിൻ എനർജി ഡി യു ഇസ് ഈക്വൽ ടു സിഗ്മയ്ക്ക് പകരം എം ഇൻറ്റു വൈ ബൈ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സിഗ്മ സ്ക്വയർ ഈസ് എം സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ബൈ ഐ സ്ക്വയർ. പിന്നെ റെസ്റ്റ് ഈ 2e എന്ന് പറഞ്ഞ ബാക്കിയുള്ള 2e ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എൽ. ഓക്കെ, ഇതാണ് ഡി യു ഇസ് ഈക്വൽ ടു എം സ്ക്വയർ വൈ സ്ക്വയർ ബൈ ഐ സ്ക്വയർ ഇൻറ്റു 2e ഇൻറ്റു ഡി എ ഇൻറ്റു ഡി എൽ. ഓക്കെ, സോ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഇൻ ദ ബാർ ഓഫ് എ സ്മാൾ ലെങ്ത് ഡി എൽ എന്ന് പറയുന്ന ചെറിയ ലെങ്തിൻ്റെ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്ത സ്ട്രെയിൻ എനർജി ഡി യു ഇസ് ഈക്വൽ ടു ഇത് തന്നെ എം സ്ക്വയർ ബൈ 2e ഐ സ്ക്വയർ. ഈ വാല്യൂ തന്നെ എം സ്ക്വയർ ബൈ 2e ഐ സ്ക്വയർ ഡി എൽ ഇങ്ങെടുത്തു. പിന്നെ ഇത് ഈ ഇത്രയും വാല്യൂ, അതായത് എം ഇ ബെൻഡിങ് മൊമെന്റ് യങ്സ് മോഡുലസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഡി എൽ എന്ന് പറഞ്ഞ ലെങ്ത്, ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്. എന്നാലും ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ വൈ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, വൈയും ചേഞ്ച് ചെയ്യും. വൈ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് വൈ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ന്യൂട്രൽ ആക്സിസ്. വൈ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഈ ഏരിയയും ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, സോ ആ ചേഞ്ച് ചെയ്യുന്ന വാല്യൂസ് ആണ്. ബാക്കിയെല്ലാം കോൺസ്റ്റന്റും ചേഞ്ച് ചെയ്യുന്ന വാല്യൂസിന്റെ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. സോ വൈ സ്ക്വയർ ഇൻറ്റു ഡി എ എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്, അല്ലെങ്കിൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ വൈ സ്ക്വയർ ഇൻറ്റു ഡി എ. അതാണ് ഐ ആണ് ഈ വാല്യൂ. ഓക്കെ, ഇന്റഗ്രൽ വൈ സ്ക്വയർ ഇൻറ്റു ഡി എ, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ y square dA.
സോ ഡി യുടെ വാല്യൂ എന്ത് കിട്ടും? du is equal to m square by 2e I square into dl into integral y square di ക്ക് വരും i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ഒരു ഐയും ഐയും ക്യാൻസൽ ആയി പോവും. ബാക്കി എം സ്ക്വയർ ബൈ 2e I into dl, എം സ്ക്വയർ ബൈ 2e I into dl. ഓക്കെ, സോ സ്ട്രെയിൻ എനർജി നമ്മൾ ഇതുവരെ പറഞ്ഞ സ്മോൾ ലെങ്ത് ഡി എല്ലിൻ്റെ ആയിരുന്നു, ഡി യു ആയിരുന്നു. നമുക്ക് ഈ ഒരു എൻറ്റയർ ബീമിൻ്റെ കണ്ടുപിടിക്കണം. ടോട്ടൽ എൽ ലെങ്തിൽ എന്തുമാത്രം സ്ട്രെയിൻ എനർജി സ്റ്റോർ ആവും ഡ്യൂ ടു ദിസ് അപ്ലൈഡ് ബെൻഡിങ് മൊമെന്റ്. സോ യു ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ എനർജി ഇൻ ദ എൻറ്റയർ ബീം ഈസ് നൗ ഒബ്റ്റൈൻഡ് as 0 to integral 0 to L total length of the beam integrate ചെയ്യണം 0 to L du. So 0 to L into m square by 2ei into dl. ഈ വാല്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എം സ്ക്വയർ ബൈ 2ei into dl. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ സ്ട്രെയിൻ എനർജി ഫൈനൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എനർജി ഓഫ് എ ബാർ subjected to bending moment m and equation u is equal to integral 0 to L m square by 2ei into dl. ഓരോ ടേംസും അറിയാലോ. L എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബീം, m ബെൻഡിങ് മൊമെന്റ്, E യങ്സ് മോഡുലസ്, I മൊമെന്റ് ഓഫ് ഇനർഷ്യ, dl എന്ന് പറയുന്ന ആ ലെങ്ത്, ചെറിയ ലെങ്ത് കൺസിഡർ ചെയ്ത്. ഓക്കെ, then second topic is strain energy due to torque or torsion. So consider a beam which is fixed at one, ഒരു സൈഡ് ഫിക്സ് ആയിട്ടുള്ള ബീമിൽ നമ്മൾ ടോർക്ക് അല്ലെങ്കിൽ ടോർഷൻ അല്ലെങ്കിൽ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ടി എന്ന് പറഞ്ഞ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ഈ ടി എന്ന് പറഞ്ഞ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതാണ് തീറ്റ ഈസ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇത് കാണാം, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ടാവും ടി ടോർക്ക് അപ്ലൈ ചെയ്യുന്ന കാരണം. സോ ഈ ഒരു ടോർക്ക് ഈ ബാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കാണ് നമ്മൾ സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദിസ് അപ്ലൈഡ് ടോർക്ക്. ഈ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന വർക്കാണ് ഈ ഒരു എൻറ്റയർ ബാറിനകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ. ഓക്കെ, നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞല്ല, ഹാഫ് ഇൻറ്റു അപ്ലൈഡ് ലോഡിന് വരെ ഇവിടെ ടോർക്കാണ്, ടി ഇൻറ്റു തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. സോ വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ. ഓക്കെ, അതാണ് ഇക്വേഷൻ. സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർക്ക് ഓർ ടോർഷൻ. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇക്വേഷൻ, സ്ട്രെയിൻ എനർജി ടോർക്ക് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി അല്ല, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്, ജനറൽ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇനിയും ഒരു സർക്കുലർ ബാറിൻ്റെ കേസിൽ ടി ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുമാത്രം വർക്ക് ഡൺ അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി സ്റ്റോർ ചെയ്തു, അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ കൺസിഡർ എ സർക്കുലർ ബാർ ഓഫ് ലെങ്ത് എൽ. നേരത്തെ കേസിൽ ബെൻഡിങ് മൊമെന്റിന്റെ കേസിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു എൽ ലെങ്തിലുള്ള സർക്കുലർ ബാർ കൺസിഡർ ചെയ്യുക. എൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എൽ. അതിലൊരു ചെറിയ പോർഷൻ ഡി എൽ എന്ന് പറഞ്ഞ ലെങ്ത് ആണ് വി ആർ കൺസിഡറിങ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി സ്ട്രെയിൻ എനർജി സ്റ്റോർ ഡ്യൂ ടു ടോർക്ക്. ഓക്കെ, ടി എന്ന് പറഞ്ഞ ടോർക്ക് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ് വരച്ചിരിക്കുന്നത്. ഈ ഒരു ഫോഴ്സ് രണ്ട് സൈഡിലും ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ഇൻറ്റു ദിസ് റേഡിയസ്, അതാണ് ടോർക്ക് വരുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണല്ലോ. സോ അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ഡെൽ ഫൈ അല്ലെങ്കിൽ ചെറിയ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് സ്മോൾ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ടി എന്ന് പറഞ്ഞ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന കാരണം ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, അതാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഡെൽറ്റ ഫൈ. ഓക്കെ, സോ ടി ബി ദി ടോർക്ക് ആക്ടിങ് ഓൺ ദിസ് എലമെന്ററി ലെങ്ത് ഡി എൽ. ഡ്യൂ ടു ടോർക്ക് എലമെന്ററി മോഡൽ rotates through an angle, this ചെറിയ ആംഗിൾ ഡെൽറ്റ ഫൈ. ഓക്കെ, സോ ടോർക്ക് ആൻഡ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്, ടോർക്ക് അപ്ലൈ ചെയ്തു, ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ഉണ്ടായി, അത് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പറയുന്നത് ബൈ മീൻസ് ഓഫ് ടോർഷണൽ ഇക്വേഷൻ ആണ്. ടോർഷണൽ ഇക്വേഷൻ എന്താണ്? ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടൗ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഓക്കെ, ഇതാണ് ബേസിക് ഇക്വേഷൻ, ടോർഷണൽ ഇക്വേഷൻ. ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ പറഞ്ഞ പോലെ തന്നെ ടോർഷണൽ ഇക്വേഷൻ ആണ്. ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ടൗ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. സോ നമുക്ക് ഈ ടേംസ് ടി ബൈ ജെയും ജി തീറ്റ ബൈ എല്ലും ഇവിടെ ഉണ്ട്. സോ ഇതിൽ നിന്ന് ടി ബൈ ജെ ഈസ് ഈക്വൽ ടു ജി
തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് ആണ് തീറ്റ. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഈ കേസിൽ ഫൈ, ഡെൽറ്റ ഫൈ, ഓക്കെ, ജി ഇൻറ്റു ഡെൽറ്റ ഫൈ ബൈ എൽ എന്ന് പറയുന്നത് ചെറിയ ലെങ്ത് ആണ്, ഡി എൽ. ഈ ലെങ്ത് അല്ലേ ചെറിയ ലെങ്ത്, ഡി എൽ. സോ ജി ഇൻറ്റു ഡെൽറ്റ ഫൈ ബൈ ഡി എൽ. ഇതിൽ നിന്ന് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡി എൽ, ടി ഇൻറ്റു ഡി എൽ ബൈ ജി ജെ. ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ടി ഇൻറ്റു ഡി എൽ ബൈ ജി ജെ. ഓരോ ടേംസ് പറയല്ലേ. ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ജെ ഈസ് polar moment of inertia, G modulus of rigidity. Okay, ബാക്കി ടേംസ് അറിയാം. ടി എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ടോർക്ക്. സോ സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഡെൽറ്റ ഫൈ. ഇവിടുത്തെ നമ്മൾ ബേസിക് ഇക്വേഷൻ അതാണ്. സ്ട്രെയിൻ എനർജി ഡ്യൂ ടു അപ്ലൈഡ് ടോർക്ക് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഇവിടെ ചെറിയ ലെങ്ത് ആണ് അല്ലെങ്കിൽ ചെറിയ ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ഡെൽറ്റ ഫൈ. സോ ഡെൽറ്റ ഫൈയുടെ വാല്യൂ, ഇവിടുത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ടി ഡി എൽ ബൈ ജി ജെ. So final equation is half into t square dl by gj, half into t square dl by gj. So total strain energy, u and total strain energy of this circular bar കണ്ടുപിടിക്കുന്നത് integrate ചെയ്യുക 0 to l. Okay, total length 0 to l t square by 2 gj into dl. ഇതാണ് സ്ട്രെയിൻ എനർജി ഓഫ് എ ബാർ സബ്ജക്റ്റഡ് ടു ടോർക്ക് ഓർ ടോർഷൻ. യു ഇസ് ഈക്വൽ ടു 0 to ഇന്റഗ്രൽ 0 to l ടി സ്ക്വയർ ബൈ 2 ജി ജെ ഇൻറ്റു ഡി എൽ. ഓക്കെ, ഇതാണ് 4 ഇക്വേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ആക്സിയൽ ലോഡ്, ദെൻ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ഷിയർ ഫോഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടെണ്ണം, സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് മൊമെന്റും സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ടോർഷനും പഠിച്ചു. ഇനി അടുത്ത സെഷനിൽ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.